ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ അനീഷ ജെയിംസ്, കോട്ടയം SH മെഡിക്കൽ സെൻ്ററിലെ കൺസൾട്ടൻറ്റ് ഒബ്സ്ട്രിറ്റീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെൻസ്ട്രുവൽ കപ്പിനെ കുറിച്ചാണ്. യൂട്രസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മെൻസ്ട്രുവൽ ബ്ലഡ് അഥവാ ആർത്തവ രക്തം കളക്ട് ചെയ്യാനുള്ളൊരു ഡിവൈസാണ് മെൻസ്ട്രുവൽ കപ്പ്. സ്ത്രീകളിലും പെൺകുട്ടികളിലും പാഡിനും ടാമ്പൂണിനും പകരം ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ മെൻസ്ട്രുവൽ കപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഇനേർട്ടായിട്ടുള്ള മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ ഉപയോഗിച്ചിട്ടാണ്. ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് റിം, കപ്പ് ഭാഗം, ബേസ്, പിന്നെ സ്റ്റെം. ഇതാണ് മെൻസ്ട്രുവൽ കപ്പിൻ്റെ പാർട്സ്. ഇത് പല സൈസുകളിലും പല കളറുകളിലും അവൈലബിൾ ആണ്. സൈസിങ് വരുന്നത് സ്മോൾ, മീഡിയം, ലാർജ് എന്നാണ്. സ്മോൾ സൈസ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ടീനേജേഴ്സിലും അവിവാഹിതരായ സ്ത്രീകളിലുമാണ്. മീഡിയം സൈസ് ഉപയോഗിക്കുന്നത് വിവാഹിതരായ സ്ത്രീകളിലും സിസേറിയൻ വഴി ഡെലിവറി നടന്നവരിലുമാണ്. ലാർജ് സൈസ് ഉപയോഗിക്കുന്നത് വിവാഹിതരായി പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീകളിലാണ്. ഇത് പക്ഷേ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. അത് മീഡിയം സൈസ് ഉപയോഗിച്ച ശേഷം അതനുസരിച്ച് മുകളിലേക്കോ താഴേക്കോ കപ്പ് സൈസ് മാറ്റാവുന്നതാണ്. നമ്മൾ പ്രധാനമായും മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതെങ്ങനെയാണ് അണുവിമുക്തമാക്കേണ്ടത്, അതെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്നിവയാണ്. ആദ്യമായിട്ട് സ്റ്റെറിലൈസേഷൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു പൗച്ചിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഒരു പീരീഡ്സ് തുടങ്ങുന്നതിന് മുമ്പ് 3 തൊട്ട് 5 മിനിറ്റ് വരെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. അതിനുശേഷം അത് ഓരോ തവണയും നമുക്ക് ഇൻസേർട്ട് റിമൂവും ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ മതിയാവും. അത് കഴിഞ്ഞ് ആ മാസത്തെ പീരീഡ്സ് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ 3 തൊട്ട് 5 മിനിറ്റ് വരെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. ഇതുപോലെ ഓരോ മാസത്തെ പീരീഡ്സിൻ്റെ സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത്. ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് മെൻസ്ട്രുവൽ കപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മുടെ വജൈനയ്ക്കുള്ളിലേക്കാണ്. അതായത് യൂട്രസ്, അത് കഴിഞ്ഞ് അതിൻ്റെ താഴ്ഭാഗമായ ഗർഭാശയമുഖം അഥവാ സെർവിക്സ്, അതിൻ്റെയും താഴെയാണ് വജൈന അഥവാ നമ്മുടെ യോനി ഭാഗം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻസേർഷന് മുമ്പായി നമ്മുടെ കൈകൾ നല്ലപോലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ശുചിയാക്കണം. ശുചിയല്ലാതെ ഇത് ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് വജൈനൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻസേർഷനായിട്ട് പലതരം ടെക്നിക്സ് കൊണ്ട് ഏറ്റവും കോമൺ ആയിട്ട് അഥവാ ഏറ്റവും എളുപ്പത്തിൽ ഇൻസേർട്ട് ചെയ്യാവുന്ന 3 ടെക്നിക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇൻസേർഷന് മുമ്പായി നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ പൊസിഷനാണ്. ബാത്റൂമിൽ ഒന്നെങ്കിൽ സ്ക്വാറ്റിംഗ് പൊസിഷൻ അഥവാ കുത്തിയിരിക്കുക, അല്ലെങ്കിൽ നിന്നുകൊണ്ട് ഒരു കാല് ഉയർത്തി വെക്കുക, വെസ്റ്റേൺ ക്ലോസറ്റിൻ്റെ അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ മുകളിൽ. ഈ 2 പൊസിഷൻസ് ആണ് ആദ്യമായിട്ട് ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക. പിന്നെ ഇൻസേർട്ട് ചെയ്യുന്ന ടെക്നിക്സ് ആണ് കാണിക്കാൻ പോകുന്നത്. മെൻസ്ട്രുവൽ കപ്പ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള 3 ഫോൾഡുകളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് C ഫോൾഡ് അഥവാ ആൽഫബറ്റിലെ സിയുടെ ഷേപ്പിൽ വരിക. ഉള്ളിലേക്ക് ഇങ്ങനെ അമർത്തിയിട്ട് ഇതുപോലെ C ഷേപ്പിലാക്കിയിട്ട് ഇൻസേർട്ട് ചെയ്യുക. അതാണ് ആദ്യത്തെ ഫോൾഡ്. രണ്ടാമതായിട്ട് പഞ്ച് ഡൗൺ ഫോൾഡ് അഥവാ പെറ്റൽ ഫോൾഡ്. ഉള്ളിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഒരു റോസപ്പൂവിൻ്റെ ഇതള് പോലെ ഇരിക്കും ഉള്ളിലേക്ക് കയറുന്ന ഭാഗം. മൂന്നാമതായിട്ട് 7 ഫോൾഡ് അഥവാ 7ൻ്റെ ഷേപ്പിൽ ഇതുപോലെ 7ൻ്റെ ഷേപ്പിൽ വരും. എന്നിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഇത് 3 കോമണസ്റ്റ് ആയിട്ടുള്ള 3 ഫോൾഡുകൾ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യമായിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗം ഏറ്റവും ചെറുതായിട്ടിരിക്കണം അഥവാ നാരോ ആയിട്ടിരിക്കണം. അതാണ് ഈ 7 ഫോൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. C ഫോൾഡ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് C ഫോൾഡിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ 7 ഫോൾഡിലാണെങ്കിൽ 7 ഫോൾഡിൽ വജൈനയ്ക്കുള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം പതുക്കെ റിലീസ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ നിവർന്നിരിക്കും. സക്ഷനോ അല്ലെങ്കിൽ വാക്യൂം ക്രിയേറ്റ് ചെയ്ത് അതവിടെ നിവർന്നിരിക്കും. എന്നിട്ട് നമ്മുടെ വിരലുകൾ പുറത്തേക്ക് എടുക്കുന്നതിന് മുമ്പ് പതുക്കെ ബേസിലൊന്ന് ടച്ച് ചെയ്ത് നോക്കുക. അത് മടങ്ങിയിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കറക്റ്റായിട്ടല്ല ഇരിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അത് നിവർന്ന് വന്നോളും. അപ്പോൾ അത് കറക്റ്റ് പൊസിഷനിൽ ഇരിക്കുകയും ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മെൻസ്ട്രുവൽ കപ്പ് നമുക്കൊരു 8 മണിക്കൂർ വരെ നമ്മൾ ഒരു സമയത്ത് വജൈനയ്ക്കുള്ളിലേക്ക് വെക്കാവുന്നതാണ്. ഇനി അഥവാ അമിതമായ രക്തസ്രാവം ഉള്ളവർ, ബ്ലീഡിങ് കൂടുതലായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 4 മണിക്കൂർ കൂടുമ്പോഴോ 6 മണിക്കൂർ കൂടുമ്പോഴോ അത് റിമൂവ് ചെയ്ത് പിന്നെ ഒന്നുകൂടി ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. റിമൂവ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അത് കൈകൾ നല്ലപോലെ ശുചിയാക്കിയ ശേഷം നമ്മൾ പതുക്കെ വജൈനയ്ക്കുള്ളിലേക്ക് വിരലിട്ട് സ്റ്റെം കണ്ടുപിടിക്കുക. ഇതാണ് സ്റ്റെം. ഇതിന് വേണ്ടിയിട്ടാണ് ഈ മെൻസ്ട്രുവൽ കപ്പിന് സ്റ്റെം വെച്ചിരിക്കുന്നത്. നമ്മുടെ മെൻസ്ട്രുവൽ കപ്പ് ലൊക്കേറ്റ് ചെയ്യാൻ അഥവാ കണ്ടുപിടിക്കാൻ. സ്റ്റെമ്മിൽ പിടിച്ച് ഡയറക്റ്റായിട്ട് നേരെ താഴേട്ട് ഒരിക്കലും വലിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് വേദന പെയിൻഫുൾ ആകുന്നത് അഥവാ ഇഞ്ചുറീസ് ഒക്കെ വരും. അപ്പോൾ നേരെ മുകളിലേക്ക് പോയി ബേസിൽ പിടിച്ച് പതുക്കെ ഒന്ന് അമർത്തുക അഥവാ പിഞ്ച് ചെയ്യുക. അപ്പോൾ ഈ മെൻസ്ട്രുവൽ കപ്പിൻ്റെ ഉള്ളിലെ സക്ഷൻ പോകും. എന്നിട്ട് പതുക്കെ തിരിക്കുക അഥവാ റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് പതുക്കെ താഴേക്ക് വലിക്കുക. ഇങ്ങനെയാണ് മെൻസ്ട്രുവൽ കപ്പ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പം ആദ്യത്തെ 1-2 പീരീഡ്സിന് ഇൻസേർഷനും റിമൂവലും നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. 1-2 പീരീഡ്സ് കഴിയുമ്പം നമുക്ക് വളരെ ഈസി ആവും.
പിന്നെ ഈ മെൻസ്ട്രുവൽ കപ്പിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ടൗണിലും സിറ്റിയിലൊക്കെ താമസിക്കുമ്പോൾ പാഡ് ഡിസ്പോസൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന സമയമാണിത്. അപ്പോൾ നമുക്ക് ഈ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. പിന്നെ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ്. കാരണം നമുക്ക് ഒരു മാസം ഒരു പാക്കറ്റ് പാഡ് ഉപയോഗിക്കേണ്ടി വരുവാണെങ്കിൽ ഒരു 50 to 60 rupees ആകുന്നുണ്ട്. ഈ മെൻസ്ട്രുവൽ കപ്പ് 300 rupees മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 300 to 500 റേഞ്ചിലാണ് വരുന്നത്. ഒരു മെൻസ്ട്രുവൽ കപ്പ് നമുക്ക് 5 തൊട്ട് 10 വർഷം വരെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ഈ ടാമ്പൂൺസും പാഡ് ഉപയോഗിക്കുമ്പോൾ അലർജിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ ചൊറിച്ചിൽ വരുന്ന ധാരാളം സ്ത്രീകളും പെൺകുട്ടികളും ഉണ്ട്. അവർക്ക് ഇത് ഉപയോഗിച്ചാൽ മതിയാവും. കാരണം ഇത് ഭയങ്കരമായിട്ട് ഇനേർട്ടായിട്ടുള്ള ഹൈപ്പോ അലർജനിക് ആയിട്ടുള്ള ഒരു റിയാക്ഷനും കോസ് ചെയ്യാത്ത മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ കൊണ്ട് ഉപയോഗിക്കുന്നതാണ് മെൻസ്ട്രുവൽ കപ്പ്. ഇതൊക്കെയാണ് മെൻസ്ട്രുവൽ കപ്പിൻ്റെ പ്രയോജനങ്ങൾ. താങ്ക് യു.